അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ ചേർത്ത് പിടിക്കുക എന്നത് പരിഷ്കൃത സമൂഹത്തിന്റെ മൂല്യമാണ്. ഒരുപക്ഷെ നമ്മുടേതുപോലെ ഒരു ജനാധിപത്യ ക്രമത്തിൽ ഭരണഘടനാപരമായ മൂല്യം കൂടിയാണത്. ശാരീരിക മാനസിക പ്രത്യേകതകളാൽ സ്വയം സ്വത്വവും വ്യക്തിത്വവും തിരിച്ചറിയുന്ന മനുഷ്യരെ സംബന്ധിച്ച് അവരെ അവരായി കണക്കാക്കുക എന്നതിനപ്പുറം വലിയ അംഗീകാരമില്ല. അങ്ങനെയിരിക്കെ നാം കോഴിക്കോട് നിന്ന് കേട്ടൊരു വാർത്തയാണ് കേരളത്തിൽ ആദ്യമായി ഒരു ട്രാൻസ്ജെൻഡർ ദമ്പതിമാർ മാതാപിതാക്കളായി എന്നത്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നീ 2 കോളങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടത് ട്രാൻസ് അവകാശങ്ങളുടെ ലംഘനമാണെന്ന് അതേ ദമ്പതിമാർ പരാതിപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷനെതിരെ അവർ നടത്തിയ നിയമ പോരാട്ടം ഹൈക്കോടതിയിൽ വിജയിച്ച ദിവസമാണ് ഇന്ന്. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്നീ പ്രയോഗങ്ങൾക്ക് പകരം രക്ഷിതാക്കൾ എന്ന് ചേർക്കാമെന്നാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ ചരിത്രവിധി. ആദ്യം RDX റാപ്പ് കാണാം. 59 സെക്കൻഡ്. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുഞ്ഞിന്റെ ജനന സർട്ടിഫിക്കറ്റിൽ പരിഷ്കരണം ആവശ്യപ്പെട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ അപേക്ഷ നൽകിയെങ്കിലും ആവശ്യം നിരസിച്ചിരുന്നു. നിലവിലെ നിയമമനുസരിച്ച് ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയും എന്ന് മാത്രമേ രേഖപ്പെടുത്താൻ സാധിക്കൂവെന്ന് കോർപ്പറേഷൻ അറിയിച്ചു. തുടർന്നാണ് കോർപ്പറേഷൻ നടപടി ചോദ്യം ചെയ്ത് കോഴിക്കോട് സ്വദേശികളായ സഹദും സിയയും സമർപ്പിച്ച ഹർജിയിൽ കോടതി വിധി പറഞ്ഞത്. ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ പേര് സിയ പാവൽ എന്നും അമ്മയുടെ പേര് സഹദ് എന്നും രേഖപ്പെടുത്തിയാണ് കോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് നൽകിയത്. എന്നാൽ അച്ഛന്റെയും അമ്മയുടെയും പേരുകൾ പ്രത്യേകം പരാമർശിക്കാതെ പുതിയ ജനന സർട്ടിഫിക്കറ്റ് വേണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് പ്രത്യേകം ചേർക്കുന്നത് ട്രാൻസ്ജെൻഡർ സമൂഹത്തിലുള്ളവരോടുള്ള വിവേചനമാണെന്ന് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പത്മലക്ഷ്മി കോടതിയെ അറിയിച്ചിരുന്നു. എന്നാൽ ഹർജിക്കാരുടെ ആവശ്യത്തിൽ സർക്കാർ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. ജനന സർട്ടിഫിക്കറ്റിൽ അച്ഛനും അമ്മയും എന്നതിന് പകരം രക്ഷിതാക്കൾ എന്ന് രേഖപ്പെടുത്തണമെന്നാണ് കോടതി ഉത്തരവ്. കോർപ്പറേഷൻ ഇവർക്ക് പുതിയ ജനന സർട്ടിഫിക്കറ്റ് നൽകണം. സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളുടെ ലിംഗസ്വത്വം രേഖപ്പെടുത്തരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് ആ കാര്യങ്ങളെല്ലാം പരിശോധിച്ചിട്ട് വരാം. ഹർജിയുടെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ റാപ്പിൽ കണ്ടതാണ്. തുടക്കം സഹദ് സിയ ദമ്പതികളുടെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിന്മേലുണ്ടായ ഒരു തർക്കത്തെ തുടർന്നാണ്. അതാണ് ഹർജിയുടെ പശ്ചാത്തലം. കോഴിക്കോട് കോർപ്പറേഷൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാവ് പിതാവ് എന്ന് രേഖപ്പെടുത്തി എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ട്രാൻസ്മെൻ സഹദാണ് കുട്ടിക്ക് ജന്മം നൽകിയത്. ട്രാൻസ് വുമൺ സിയയാണ് പങ്കാളി. പ്രസവിച്ചത് പുരുഷ വ്യക്തിത്വം സ്വീകരിച്ച സഹദ് രേഖപ്പെടുത്തിയത് പക്ഷേ സഹദിന് നേരെ അമ്മ എന്നാണ്. ദമ്പതിമാരുടെ കുട്ടി നേരിടേണ്ടി വന്നേക്കാവുന്ന അപമാനങ്ങൾ ഒഴിവാക്കുകയാണ് ഈ പോരാട്ടത്തിൻ്റെ ലക്ഷ്യം അവർ പറഞ്ഞത്. സാക്ഷ്യപത്രങ്ങളിൽ ട്രാൻസ് ദമ്പതിമാരിലെ അച്ഛൻ അമ്മ പദങ്ങൾ വൈരുദ്ധ്യമുണ്ടാക്കും. ഈ സംഭവത്തിൽ എന്നതുപോലെ ട്രാൻസ് വ്യക്തികളുടെ കുഞ്ഞുങ്ങളുടെ സ്വത്വത്തെയും അത് ബാധിച്ചേക്കാം. അവർ വലിയ ബുദ്ധിമുട്ടിൽപ്പെടാം എന്നതാണ് സാഹചര്യം. കേരള ഹൈക്കോടതിയുടെ സുപ്രധാന വിധി ഈ ഹർജിക്കാരുടെ ഇത്തരം വാദങ്ങളെല്ലാം പരിഗണിച്ചാണ് ഇന്ന് വന്നത്. അതൊരു നിലനിൽപ്പിൻ്റെ പോരാട്ടം തന്നെയാണ്. ട്രാൻസ്ജെൻഡേഴ്സിനെ ഭിന്നലിംഗക്കാരായി അംഗീകരിച്ചത് സുപ്രീം കോടതിയാണ് എന്ന് നമുക്ക് നേരത്തെ അറിയാം. ഭിന്നലിംഗ അവകാശം അംഗീകരിച്ച സുപ്രീം കോടതി വിധി 2014 ഏപ്രിലാണ് വന്നത്. ട്രാൻസ്ജെൻഡർ സംവരണത്തിന് അർഹതയുള്ള അടിച്ചമർത്തപ്പെട്ടവർ ആണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന്, സംവരണത്തിന് അർഹതയുള്ള അവരാണ് എന്ന് പറഞ്ഞു കോടതി. ട്രാൻസ്ജെൻഡേഴ്സ് സ്വന്തം ലിംഗസ്വത്വം തീരുമാനിക്കാൻ അവകാശമുള്ളവരാണ് എന്ന് സുപ്രീം കോടതിയുടെ വിധിയിലുണ്ടായിരുന്നു. അവർക്ക് തുല്യ പരിഗണന ഉറപ്പാക്കണമെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി നിർദ്ദേശം നൽകുകയും ആവശ്യപ്പെടുകയും ചെയ്തു. ആർട്ടിക്കിൾ 15 ലിംഗവ്യക്തിത്വം അടിസ്ഥാനമാക്കിയ വിവേചനം നിരോധിക്കുകയാണ്. ആർട്ടിക്കിൾ 15 അപേക്ഷാ ഫോമുകളിൽ പുരുഷൻ, മെയിൽ, സ്ത്രീ, ഫീമെയിൽ എന്നിവയ്ക്കൊപ്പം മറ്റുള്ളവർ എന്നുകൂടെ ചേർത്തത് ഇതേ തുടർന്നാണ് എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. ട്രാൻസ്ജെൻഡേഴ്സിനെ TG അല്ലെങ്കിൽ T എന്ന് വിശേഷിപ്പിക്കാൻ തുടങ്ങി എന്നതാണ് ഈ വിധിക്ക് ശേഷമുണ്ടായൊരു കാര്യം. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ബിൽ പാർലമെൻറ്റ് പാസ്സാക്കുകയും ചെയ്തു. 2019 ഡിസംബർ 5-ാം തീയതി ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കി. 2020 ജനുവരി 10-ാം തീയതി വിജ്ഞാപനം ചെയ്തു എന്ന് നമുക്കറിയാം. നിയമത്തിലെ ചില വ്യവസ്ഥകൾക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം തന്നെ അക്കാലത്ത് ഉയർന്നിരുന്നു. ഇപ്പോഴും ആ പ്രതിഷേധം അവിടെയുണ്ട്. കോടതി വിധിയുടെ അടിസ്ഥാന തത്വങ്ങളെ പരിമിതപ്പെടുത്തി എന്നതാണ് വന്ന ഒരു വിമർശം. ട്രാൻസ് അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കേരളം മുന്നിലാണ് എന്നത് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കുന്നു. ട്രാൻസ്ജെൻഡർ ഐഡൻറ്റിറ്റി കാർഡ്, ലിംഗമാറ്റ ശസ്ത്രക്രിയ ധനസഹായം എന്നിവ സംസ്ഥാന സർക്കാരാണ്, കേരളമാണ് നടപ്പാക്കിയത്. സമന്വയ, സഫലം, പ്രതിഭ, അനന്യം, യത്നം എന്നിവ ഈ മേഖലയ്ക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസ പദ്ധതികളായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. കരുതൽ, സാകല്യം മുതലായ ക്ഷേമ തൊഴിൽ സഹായ പദ്ധതികളും കേരളം നടപ്പാക്കിയിട്ടുണ്ട്. അത് സർക്കാരുകൾ നടപ്പാക്കിയതാണെങ്കിൽ ഇതിപ്പോൾ ഹൈക്കോടതി വഴി വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ കേൾക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും ചെറിയൊരു കാര്യമായിട്ട് തോന്നുമെങ്കിലും പക്ഷേ ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ ഭാവിയിൽ ജീവിക്കാൻ വേണ്ടി വരുന്ന മനുഷ്യർക്ക് പോലും, നമ്മുടെ അനന്തര തലമുറകൾക്ക് പോലും വലിയ സഹായകമായ ഒരു കാര്യമാണ് അത് എന്ന കാര്യത്തിൽ
നമ്മൾക്ക് ആ ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഷബ്ന സിയാദ് ഇതിൻ്റെ വിശദാംശങ്ങൾ കൂടുതലായിട്ട് നൽകും. ഷബ്ന, ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഇവർ ഈ ദമ്പതിമാർ ഇങ്ങനെയൊരു പോരാട്ടത്തിന് മുതിർന്നു എന്നതാണല്ലോ. ഹൈക്കോടതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കോഴിക്കോട് നഗരസഭ അവർക്ക് അവരുടെ ആവശ്യം നിരാകരിച്ചതിനെ തുടർന്നാണ്. അതായത് അവർ ലൈംഗിക വ്യക്തിത്വം എന്താണ് എന്ന് നോക്കാതെ തന്നെയും അവരുടെ പതിവ് രീതി അനുസരിച്ചിട്ട് മാതാവ് പിതാവ് എന്ന് രേഖപ്പെടുത്തി വിട്ടു. അതിൽ ഈ പ്രശ്നം ഇന്നതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചതിന് ശേഷം പോലും പക്ഷേ അത് തിരുത്താൻ അവരുടെ ഭാഗത്തു നിന്ന് മുൻകൈയൊന്നും ഉണ്ടായില്ല. ഞങ്ങളിങ്ങനെ തരൂ എന്ന ഒരു നിലപാട് കോഴിക്കോട് നഗരസഭ സ്വീകരിച്ചു. അത് സാങ്കേതികമായ കാര്യങ്ങളായിരിക്കാം, അവിടെ നയിക്കുന്ന വ്യക്തികളുടെ കുഴപ്പങ്ങളോ മറ്റോ ആയിരിക്കണമെന്നില്ല, സാങ്കേതികമായ കാരണങ്ങളാലായിരിക്കാം അത്. പക്ഷേ അവിടം കൊണ്ട് നിർത്താതെ ഈ ദമ്പതിമാർ കോടതിയിലേക്ക് പോയതുകൊണ്ട് അവർക്ക് മാത്രവുമല്ല അവരെപ്പോലെ ഒരുപാട് ആളുകൾക്ക്, ഒപ്പം ഭാവിയിൽ വരാവുന്ന തലമുറയിലെ ആളുകൾക്കടക്കം ഗുണകരമായിട്ടൊരു വിധി വന്നു അല്ലേ? അങ്ങനെയല്ല അതിന് വിശാലമായിട്ട് കാണണം നമ്മളല്ലേ? സനീഷ്, തീർച്ചയായും. കാരണം ഇന്ന് രാവിലെ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഈ ബ്രേക്കിംഗ് ടെക്സ്റ്റായി ചരിത്രവിധി എന്ന് നമ്മൾ കൊടുത്തു. കാരണം ചരിത്രവിധി തന്നെയാണിത്. ഇന്ത്യയിൽ, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു വിധി എന്ന് വേണമെങ്കിൽ പറയാം ഇത്തരത്തിലൊരു വിഷയവുമായി ബന്ധപ്പെട്ട്. കാരണം ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി എപ്പോഴും അരികവൽക്കരിക്കപ്പെട്ട, അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങളിൽ അവർ വളരെ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന അത്തരത്തിൽ കോടതികൾ പോലും പല സമയങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് ഇതിൽ സ്വീകരിക്കാത്ത ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ കേസിലേക്ക് തന്നെ വന്നാൽ 2023 ഇവർ ഈ ഹർജി നൽകിയതാണ്. ഇപ്പോൾ ആ കുഞ്ഞിന് 2.5 വയസ്സ് പ്രായമായി. 2.5 വയസ്സ് പ്രായമായപ്പോഴാണ് ഈ കേസിൽ ഒരു തീർപ്പുണ്ടാകുന്നത്. അതിൽ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ജഡ്ജിമാർ 5 ബെഞ്ചിൽ ഈ ഹർജി വന്നിരുന്നു. പല ബെഞ്ചുകളും അത് മാറ്റി, പിന്നീട് പരിഗണനാ വിഷയങ്ങൾ, ജഡ്ജിമാരുടെ പരിഗണനാ വിഷയങ്ങൾ മാറി. അത്തരത്തിൽ കാലതാമസം എടുത്ത് 2.5 വർഷത്തോളം ഈ കേസിൽ ഇത്തരത്തിൽ കാലതാമസം വന്നാണ് ഇതിൽ വിധി വരുന്നത്. ഇതിൽ വാദിച്ച അഭിഭാഷക എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയായ അഡ്വക്കേറ്റ് പത്മയാണ്. അവർ ഈ കേസുമായി ചെല്ലുന്ന സമയത്ത് ഒരു സർക്കാർ അഭിഭാഷകയുടെ ഭാഗത്തു നിന്ന് വലിയ തോതിൽ അവർക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പരാമർശമുണ്ടായി എന്ന് സംബന്ധിച്ച് വലിയ പരാതി അവർ കോടതിയിൽ ഉന്നയിക്കുകയും അത്തരത്തിൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഒരു വിഷയത്തിൽ സർക്കാരും ഒരു അനുകൂലമായ തീരുമാനമായിരുന്നില്ല ഹൈക്കോടതിയിൽ എടുത്തത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇത് ഇത്തരത്തിൽ ജനന സർട്ടിഫിക്കറ്റിൽ ഈ രീതിയിൽ കോളം രക്ഷിതാക്കൾ അല്ലെങ്കിൽ പാരൻസ് എന്ന രീതിയിലുള്ള കോളം ഉൾപ്പെടുത്തണം. ആ രീതിയിൽ ജനന സർട്ടിഫിക്കറ്റ് കൊടുക്കൽ അത് സാങ്കേതികമായി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന രീതിയിൽ തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഈ നിലപാട്. അതിനുശേഷം ഇപ്പോൾ കോടതി ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇവർക്ക് ഏതായാലും അച്ഛൻ അമ്മ എന്ന രീതിയിലുള്ള ഈ കോളത്തിൽ നിന്ന് വ്യത്യസ്തമായി രക്ഷിതാക്കൾ എന്ന് ചേർക്കണമെന്നാണ്. ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിൽ ഈ സിയ ട്രാൻസ് വുമണും സഹദ് ട്രാൻസ് മെന്നുമാണ്. ഈ ട്രാൻസ് മെന്നായ സഹദ് ഗർഭം ധരിച്ച് കുട്ടിയെ പ്രസവിച്ചെങ്കിൽ ഈ കുട്ടി പിതാവ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് വിളിക്കുന്നത് സഹദിനെയും അമ്മ എന്ന് വിളിക്കുന്നത് സിയെയുമാണ്. ഈ അച്ഛൻ എന്ന് വിളിക്കുന്ന ആളെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ അമ്മയുടെ സ്ഥാനത്തും, മറിച്ച് അമ്മ എന്ന് വിളിക്കുന്ന ആൾ അച്ഛൻ്റെ സ്ഥാനത്തും ജനന സർട്ടിഫിക്കറ്റ് വരുന്നു എന്നൊരു വൈരുദ്ധ്യം കൂടി ഇതിലുണ്ട്. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കാണ് കോടതി ഇന്നൊരു പരിഹാരമുണ്ടാക്കിയത്. ഏതായാലും മാനുഷികതയും ഇത്തരത്തിലുള്ള മാനുഷിക പരിഗണന വെച്ച് തന്നെയാണ് കോടതി ഈ വിഷയം കൈകാര്യം ചെയ്തത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കാരണം അതെ, ഒരു കാര്യം കൂടെ ഉണ്ട്. ഞാൻ ഷബ്നയിലേക്ക് ഒന്നുകൂടെ വരാം. അതായത് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, ഒരാളുടെ ലൈംഗിക സ്വത്വം നിശ്ചയിക്കേണ്ടത് അയാൾ തന്നെയാണ് എന്ന വിശാലമായിട്ടൊരു വ്യക്തിബോധമാണ്, അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ റൈറ്റ്സിൻ്റെ ഒരു കാര്യമാണ് ഇതിനകത്തെല്ലാം പരിശോധിക്കപ്പെടുന്നത്. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നെയാണ് എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന നിയമ പോരാട്ടങ്ങളെല്ലാം സുപ്രീം കോടതിയിലടക്കം നടന്നത്. അതുകൊണ്ട് 2 പേർ ചേർന്നുണ്ടാകുന്ന കുട്ടിക്ക് അച്ഛൻ ആരാണ് അമ്മ ആരാണ് എന്ന് പ്രത്യേകിച്ചും ഈ ട്രാൻസ്ജെൻഡർ മാതാപിതാക്കൾ അവർ നിശ്ചയിക്കണം. അതിൻ്റെ അവകാശം അവർക്കായിരിക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സിയെയും സഹദും ഈ കോടതിയിലേക്ക് പോകുക വഴി ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് പോരാടിയത്. അതോടൊപ്പം ചേർന്ന പോരാട്ടത്തിന് വേണ്ട അതിന് പിന്നിൽ നിന്നത് അഭിഭാഷകയായിട്ടുള്ള പത്മാലക്ഷ്മിയായിരുന്നു. പത്മാലക്ഷ്മിയും ഒരു ട്രാൻസ്ജെൻഡർ പേഴ്സണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശാലമായിട്ട് ലോകം മുഴുവൻ തന്നെയും ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമായിട്ട് നിശ്ചയമായിട്ടും ഇത് മാറും. ഞങ്ങളിൽ ആരാണ് അച്ഛൻ ആരാണ് അമ്മ എന്നത് തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്കാണ് എന്നതാണ് അവർ കോടതി വിധിയിലൂടെ സാധിച്ചെടുത്തത്. നേരത്തെ നഗരസഭയാണെങ്കിലും കോഴിക്കോട് നഗരസഭയാണെങ്കിലും സംസ്ഥാന സർക്കാരാണെങ്കിലും എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റേറ്റ്, നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ അതിൻ്റെ അവകാശം അങ്ങനെ വിട്ടുതരാനാവില്ല എന്ന നിലപാടാണ് സാങ്കേതികമായി സ്വീകരിച്ചത്. അതാണ് അവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. അതുകൊണ്ടാണത് ഭാവിക്ക് കൂടെ വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട പോരാട്ടമായിട്ട് മാറുന്നത്. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ട്രാൻസ്ജെൻഡർ പേഴ്സൺസ്
പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് 2019 നമ്മുടെ പ്രധാനപ്പെട്ട നിയമം. ഈ നിയമം ട്രാൻസ്ജെൻഡർ പോളിസികളൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ എന്ന് നമുക്കറിയാം. ഇവിടെ ഈ വിവാഹം, അവർ തമ്മിലുള്ള വിവാഹം, ദത്തെടുക്കൽ, സ്വത്തവകാശം, പാരമ്പര്യ കൈമാറ്റം, ഇത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയുമില്ല എന്നതാണ് ഈ നിയമമൊക്കെ വന്നതിന് ശേഷവും. നമ്മൾ നേരത്തെ സുപ്രീം കോടതി നിയമത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചല്ലോ. ഇതൊക്കെ വന്നതിന് ശേഷവുമുള്ള ആശയ വ്യക്തതയില്ലായ്മ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. പ്രത്യേകിച്ചും ഇത് ഈ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യം, കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഈ പാരമ്പര്യ സ്വത്തിൻ്റെ അവകാശം കൈമാറുന്നത് സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വിശാലമായിട്ട് ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതൊരു കാര്യം. ഇത് ഇന്ത്യയിലെയോ കേരളത്തിലെയോ മാത്രം നിലയല്ല, ലോകത്തെമ്പാടും ഇത്തരം കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നേ ഉള്ളൂ. അത്തരം പോളിസികളൊക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഷബ്ന തന്നെ എനിക്ക് തോന്നുന്നു കുറേ കൂടെ വിശദങ്ങൾ നൽകും. ഷബ്ന, ഇത് ഈ ദത്തെടുക്കലും പാരമ്പര്യ സ്വത്തിൻ്റെ കൈമാറ്റവും കുടുംബമുണ്ടാക്കലും അത്തരം കാര്യങ്ങൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ വലിയ പരിമിതികൾ നിയമത്താൽ അനുഭവിക്കുന്നുണ്ട് എന്നത് ലോകത്തെമ്പാടുമുള്ളൊരു കാര്യമല്ലേ? നമ്മുടെ നാട്ടിൽ അതിൻ്റെ ഒരു സാഹചര്യം എന്താണിപ്പോൾ? സനീഷ്, തീർച്ചയായും അതിലേക്ക് തന്നെയാണ് നമ്മൾ പോകേണ്ടത്. കാരണം ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ച് ഇപ്പോൾ സിയ സഹദ് ഈ ദമ്പതികൾ, അവർക്കൊരു കുഞ്ഞ് ജനിച്ചു, അവർ ഒരു കുടുംബം എന്ന സെറ്റപ്പിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് അവർ എത്തി. അവർ ഇപ്പോൾ നിയമ പോരാട്ടം നടത്തുന്നത് അവരുടെ കുഞ്ഞിനെ ബർത്ത് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. എന്നാൽ മറ്റ് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇപ്പോൾ നമുക്കറിയാം, ഇതിൽ നിയമ പോരാട്ടം നടത്തിയ അഡ്വക്കേറ്റ് പത്മ തന്നെ എന്നോട് പറയുകയുണ്ടായി, അവരെ സംബന്ധിച്ച് അവർ ഒരു ഫാമിലി സെറ്റപ്പിൽ അത്തരത്തിൽ എത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. വളരെ ചുരുക്കം ആളുകൾക്ക്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ എനിക്ക് തോന്നുന്നു സിയ സഹദ് മാത്രമാണ് ഇത്തരത്തിലൊരു ഫാമിലി അല്ലെങ്കിൽ കുഞ്ഞ് അത്തരത്തിലൊരു രീതിയിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ്. ഈ ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് ആ രീതിയിലേക്ക് വരാൻ ഇവർ ഒറ്റപ്പെടുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇവർ പറയുന്നത്. കാരണം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമ്പോൾ ഇവർ പലപ്പോഴും സൂയിസൈഡ് പോലുള്ള അത്തരത്തിലുള്ള ഇതിലേക്ക് വിഷാദ രോഗങ്ങളിലേക്കൊക്കെ പോകുന്നതിൻ്റെ കാരണം ഇവർ ജീവിതത്തിൽ ഒറ്റപ്പെടുന്നതാണ് എന്നാണ്. പലപ്പോഴും നമുക്കറിയാം, സമൂഹം ഇപ്പോഴും അവരോട് വളരെ ഒരു അത്ര നല്ലൊരു രീതിയിലൊന്നുമല്ല സമൂഹം അവരെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പാർട്ട്ണർ ഉണ്ടാകുക, അല്ലെങ്കിൽ അവർക്കൊരു കുഞ്ഞ് ജനിക്കുക, ആ കുഞ്ഞിനെ വളർത്തുക, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ ഇന്നുണ്ടായ ഈ ഒരു വിധി ആ രീതിയിലേക്ക് വലിയൊരു പ്രചോദനം നൽകുന്ന ഒരു വിധി തന്നെ ആണ് എന്നാണ്. കാരണം ഇത്തരത്തിലുള്ള ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ബർത്ത് സർട്ടിഫിക്കറ്റിൽ അച്ഛൻ അമ്മ എന്ന് ചേർക്കുന്നത് അതത്ര വലിയൊരു പ്രശ്നമാണോ എന്നത് സംബന്ധിച്ച് തോന്നും. പക്ഷേ അവരെ സംബന്ധിച്ച്, ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. അവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ വിധി. അത്തരത്തിലൊരു ഫാമിലി സെറ്റപ്പ് എന്ന രീതിയിലേക്ക് വരുന്നതിനും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിന്തുടർച്ച അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന്, സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കാൻ പറ്റുന്നതിന് ഒരു അനുകൂലമായൊരു തീരുമാനമാണ് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ്റെ ബെഞ്ചിൽ നിന്ന് ഇന്നുണ്ടായത്. 5 ബെഞ്ചുകൾ നേരത്തെ പറഞ്ഞ പോലെ മാറ്റിവെച്ച ഒരു വിധിയാണ്. സർക്കാരും എതിർത്തിരുന്നു, എങ്കിലും കോടതി ഇതിന് കൃത്യമായൊരു നിലപാട് ഇന്ന് സ്വീകരിച്ചു. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. തുല്യനീതിക്കുള്ള അവകാശം അടിസ്ഥാന ഭരണഘടനാ മൂല്യമാണ്. അതാരും ആർക്കും കൊടുക്കുന്ന ഔദാര്യമല്ല എന്ന് നമുക്കറിയാം. ട്രാൻസ്ജെൻഡേഴ്സിനെ ജനതയുടെ ഭാഗമായി കാണാൻ അവകാശ സംരക്ഷണ നിയമം പാസാക്കിയ നാടാണ് നമ്മുടേത്. അപ്പോഴും അവരെ ഉൾക്കൊള്ളാൻ സമൂഹം എത്രത്തോളം പാകപ്പെട്ടു എന്ന ചോദ്യം ബാക്കിയുണ്ട്. പതിറ്റാണ്ടുകളായി തുടരുന്ന തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ, ട്രാൻസ് മനുഷ്യരോടുള്ള ടാബു, ഇതെല്ലാം മാറ്റാൻ നിയമനിർമ്മാണങ്ങൾക്കാകുമോ എന്ന ചോദ്യം ഉയർത്തുന്നവരുണ്ടാകും. പക്ഷേ തിരിയാത്ത പലതിനെയും ചവിട്ടി തിരിക്കാൻ ചിലപ്പോൾ നിയമങ്ങൾക്കാകും, നീതിപീഠങ്ങൾക്ക് കഴിയും. ഈ ചരിത്ര വിധിയെ RDX അഭിവാദ്യം ചെയ്യുന്നു. സമൂഹത്തിൻ്റെ മനോഭാവം മാറുന്നത് ഇങ്ങനെയൊക്കെയാണ്. ഇടവേളയിലേക്ക്